നമസ്കാരം സുഹൃത്തുക്കൾ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിൽ ഇന്ന് വളരെ ചർച്ചാ വിഷയമായ സംഭവമാണ് അന്തർദേശീയ എയർപോർട്ടിൽ നിന്ന് ഐസ് ഇമിഗ്രേഷൻ കസ്റ്റംസ് ഓഫീസേഴ്സ് ആളുകളെ വളഞ്ഞിട്ട് പിടിക്കുകയാണ്. ആളുകൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ അവരുടെ താമസ കാലാവധി അവസാനിച്ച് അമേരിക്കയിൽ അനധികൃതമായി നിൽക്കുന്ന ആളുകളെ ഒരിക്കലും എയർപോർട്ടുകളിൽ നിന്നും വളഞ്ഞിട്ട് പിടിക്കാറില്ല. കാരണം ഇന്റർനാഷണൽ എയർപോർട്ടുകളിൽ മാത്രമാണ് ഈ കസ്റ്റംസ് വരും പിടിക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല. അമേരിക്കയിൽ 2 വർഷം മുമ്പ് വരെ ആർക്കും ഇപ്പം അമേരിക്കയിൽ ഇപ്പോൾ വിസ ഇല്ലാതെ താമസിക്കുന്നവർക്കും എയർപോർട്ടിൽ പോകാൻ വരാം. അവിടെ ആരും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല. അമേരിക്കയിൽ ഇന്ന് നിങ്ങളുടെ വിസ കാലാവധി കഴിഞ്ഞാൽ അമേരിക്കയിലെ അന്തർദേശീയ ഫ്ലൈറ്റ് പിടിച്ച് അമേരിക്കയുടെ ഒരു നഗരത്തിൽ നിന്ന് മറ്റേ നഗരത്തിലേക്ക് പോയാൽ വളഞ്ഞിട്ട് പിടിക്കാൻ തന്നെയാണ് തീരുമാനം. 15ഓളം എയർപോർട്ടുകളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അമേരിക്കൻ അറ്റേണീസ്, കാരണം ഈ പറയുന്ന ഇല്ലീഗലായി താമസിക്കുന്ന എല്ലാവർക്കും ഒരു ലോയർ കാണും. കാരണം അവരൊരു കേസ് ഫയൽ ചെയ്തതായിരിക്കും. ഒരുപക്ഷെ അവരുടെ കേസ് എന്ന് പറയുന്നത് എന്താ പറയുന്ന അസൈലം ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ വേറെ എന്തെങ്കിലും ഒരു കാരണങ്ങളെ കൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്യും. അവർക്ക് എല്ലാവർക്കും അറ്റേണീസിൻ്റെ വക്കീൽമാരുണ്ടാവും. കാരണം ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണം. അവർക്കെല്ലാം കോളുകൾ വരികയാണ്. അവരുടെ ക്ലയൻസുകളെല്ലാം അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും. അമേരിക്കയുടെ TS ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷനും ഐസും കൂടി ജോയിൻ്റ് ആയിട്ട് വിവരങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളൊരു എയർപോർട്ടിൽ നിങ്ങളുടെ എയർലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിവരങ്ങൾ കൊടുക്കുമ്പോൾ ആ വിവരങ്ങൾ അപ്പോൾ തന്നെ എയർലൈന് ഈ പറയുന്ന ഐസുമായും ഷെയർ ചെയ്യുന്നു. അങ്ങനെ അവർ നിങ്ങളുടെ ആരുടെയെങ്കിലും പേരിൽ കേസുകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിമൂവൽ ഓർഡർ ഉണ്ട്, നിങ്ങൾ അമേരിക്കയിൽ നിന്ന് പുറത്താക്കാൻ ഉള്ള ഓർഡർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വിസ കാലാവധി കഴിഞ്ഞെങ്കിൽ പിടിച്ച് അകത്തിടുക തന്നെ ചെയ്യും. കാര്യങ്ങൾ വേറെ ലെവലിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇത് സൂചിപ്പിക്കുന്നു പറയുന്നത് അത്ര ശുഭകരമല്ല ഇന്ത്യക്കാർ. കാരണം പിടിക്കപ്പെടുന്നതിൽ ഏകദേശം നല്ലൊരു പങ്കും നമ്മുടെ ഇന്ത്യക്കാർ തന്നെയാണ്. കഴിഞ്ഞ മാസം തന്നെ ഏകദേശം 5000-ഓളം വരെ ജൂണിൽ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. മാധ്യമങ്ങളൊന്നും കാണുന്നില്ല, ശ്രദ്ധിക്കുന്നുമില്ല. അറിയാതെ തന്നെ ട്രംപ് കയറ്റി വിടുകയാണ്. നിയമം കർശനമായി പാലിക്കപ്പെടാൻ ട്രംപ് ആവശ്യപ്പെട്ടു. ഇതൊക്കെ നിയമം പണ്ടുമുണ്ട്, പക്ഷേ കാലാകാലങ്ങളിൽ വന്ന സർക്കാരുകൾ പാലിക്കാറില്ല. പക്ഷേ ട്രംപിൻ്റെ പോളിസി എന്ന് പറയുന്നത് അമേരിക്ക ഫസ്റ്റ് പോളിസി, ആളുകളെ കണ്ടെത്തി കയറ്റി വിടുക. ഇത് സൂചിപ്പിക്കുന്നു പറയുന്നത് നിയമങ്ങൾ ഉണ്ടെങ്കിൽ അത് പാലിക്കപ്പെടാൻ, അല്ലെങ്കിൽ അതിനെ ആവശ്യപ്പെടുന്ന ട്രംപിൻ്റെ മനോഭാവമാണ്. ശരിയാണ്, ഭാരതീയൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ നിലയ്ക്ക് നമുക്ക് അത്ര സുഖകരമല്ല. പക്ഷെ എന്നാൽ പോലും അമേരിക്കക്കാർക്ക് വളരെ സ്വാഗതാർഹമാണ് ഈ തീരുമാനം. കാരണം ഇല്ലീഗൽ ഏലിയൻസ് ഓരോ രാജ്യത്തും അൺഡോക്യുമെൻ്റ് ചെയ്ത ആളുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡറിന് പ്രശ്നമാണ്. അവിടെ സാമൂഹ്യ നീതി ഉണ്ടാവില്ല. അപ്പോൾ ട്രംപിൻ്റെ നടപടി എന്ന് പറയുന്ന അമേരിക്കയിൽ എങ്ങും ശരിക്കും പറഞ്ഞാൽ കയ്യടി കിട്ടുകയാണ്. നല്ലത് ചെയ്താൽ കയ്യടി കിട്ടും. ഒരുപാട് ആളുകൾക്ക് പേടിയായിരുന്നു കൈവെക്കാൻ, ഈ ഒരു മേഖലയെ കൈവെക്കാൻ. കാരണം എന്താ നെഗറ്റീവായി എന്താ തീരും. പക്ഷേ ഈ ലോകം ഇന്ന് നമുക്ക് കാണുന്നു പറയുന്നത് ട്രംപിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് കഴിഞ്ഞ അടുത്ത 2 വർഷത്തിനുള്ളിൽ മാക്സിമം കാര്യങ്ങൾ ചെയ്തു തീർക്കുക. മിഡ് ടേം ഇലക്ഷൻ വരാൻ പോകുന്നു, അല്ലെങ്കിൽ ജനപ്രീതി, ഇതൊന്നുമല്ല. ചെയ്യാനുള്ള കാര്യം നാളേക്ക് വെക്കുന്നില്ല. ചെയ്താണ് ശ്രീമാൻ മോഡിയോട് എനിക്ക് പറയാനുള്ളത്. കാരണം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യുക. 2029 ആവട്ടെ, 400 സീറ്റ് കിട്ടട്ടെ, അല്ലെങ്കിൽ കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്, ഇതൊന്നും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ശക്തമായ നടപടികൾ. ഇപ്പം ഇന്ത്യക്കകത്ത് പോലും ഒരുപാട് ബംഗ്ലാദേശികൾ, പാകിസ്ഥാനികളൊക്കെ ഒരുപാട് കുടിയേറിയിട്ടുണ്ട്. ഇവരെ കണ്ടുപിടിച്ച് നടപ്പിലാക്കേണ്ട നടപടി. കാരണം ഈ നടപടി എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർ ഇത് മാത്രമല്ല വിഷയം. ഇന്ത്യക്കാരുടെ ഇത് ലീഗലായി നിൽക്കുന്നവർക്ക് പോലും വളരെ ഭയപ്പാടാണ്. കാരണം നമ്മൾ I-94 നിങ്ങളുടെ എക്സ്പയർ ആവുന്നതിന് മുമ്പ് ഒരു പക്ഷേ കേസ് ഫയൽ ചെയ്താൽ പോലും, നിങ്ങളുടെ H-1B സ്റ്റാമ്പിങ് വൈകി വരുന്നതിൽ പോലും നിങ്ങൾക്ക് വളരെ ഒരു പ്രശ്നങ്ങളാണ്. നിയമം കർശനമാക്കി പാലിക്കുകയാണ്. നിങ്ങൾക്ക് അമേരിക്കയുടെ അകത്ത് ഇനി നിങ്ങൾ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേപ്പറുകൾ എല്ലാം കറക്റ്റാണെന്ന് ശ്രദ്ധിക്കുക. പഴയ പോലെയല്ല. പണ്ട് എങ്ങനെയായിരുന്നു, ലൈസൻസ് മാത്രം മതി കയറി പോകാം, ആരും നിങ്ങളെ പിടിക്കില്ല. എന്ന് അങ്ങനെയല്ല. എയർപോർട്ടിലെ ചെക്ക് ഇൻ കൗണ്ടറുകൾ, വിമാനത്തിനകത്ത്, എയറോ ബ്രിഡ്ജിൽ എവിടെ കണ്ടാലും ഐസുകാരെ പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഭീതിജനകമാണോ? ഒരു ഭീതിജനകമല്ല. ഇത് ന്യായമായി നിങ്ങൾക്ക് പേപ്പറുണ്ട്, അമേരിക്കയിൽ നിൽക്കാൻ, നിങ്ങളുടെ ലീഗലായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ അവരൊന്നും ചെയ്യില്ല. പക്ഷേ ഇലീഗലാണ്, നിങ്ങൾക്ക് പേപ്പറില്ല, നിങ്ങൾക്ക് റിമൂവൽ ഓർഡർ ഉണ്ട്, നിങ്ങൾ ക്രിമിനൽ കേസിൽ പ്രതിയാണെങ്കിൽ നിങ്ങളെ അവർ കണ്ടെത്തുക തന്നെ ചെയ്യും. അമേരിക്കയിൽ നിന്നും വളഞ്ഞിട്ട് പിടിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ അല്ല. ഇനി നീതി ഇപ്പം അവിടെ നിൽക്കുന്ന ഇന്ത്യൻസിനോട് പറയുകയാണ്, നിങ്ങളുടെ കയ്യിൽ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ പേപ്പർ കൊണ്ടുപോവുക. കാര്യം ഇപ്പോൾ 1-2 പേരെയൊക്കെ പിടിച്ചവരൊക്കെ 5-6 മണിക്കൂറൊക്കെ ചോദ്യം ചെയ്യുകയല്ല, അവരുടെ തൃപ്തിപ്പെടാത്ത ഉത്തരങ്ങൾ കൊടുത്തുകൊണ്ട് പലരെയും അവർ കൊണ്ടുപോയി അവിടെ പിടിച്ചു വെക്കുന്നു. കുറേ കഴിഞ്ഞിട്ട് തിരിച്ചു വിടുന്നു. അപ്പോൾ നിങ്ങൾ ഒരു വിസയിലാണ് അമേരിക്ക നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേപ്പറുകൾ കയ്യിൽ കരുതുക. കാരണം ഒരുപക്ഷെ ഐസ് 15ഓളം എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. അത് അടുത്ത 2 വർഷം
ഇനി ഒരു പക്ഷേ അടുത്ത 2 വർഷം എന്നല്ല പറയുന്നത്, അമേരിക്ക ഇനി ഭരിക്കാൻ പോകുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയായിരിക്കും. കാര്യം ഇന്ന് ന്യൂസ് പറയുന്ന അമേരിക്കയുടെ പ്രതിപക്ഷമായ ഡെമോക്രാറ്റ് പാർട്ടിക്ക് പണമില്ല, ഫണ്ടില്ല, സംഭാവന കൊടുക്കുന്ന ആളുകളില്ല. അവരുടെ പാർട്ടി ആസ്ഥാനങ്ങൾ, പാർട്ടിയുടെ ആസ്തികൾ വിൽക്കുകയാണ് അവർ. ആ ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം അമേരിക്കയിലെ ജനങ്ങൾ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ രാജ്യസുരക്ഷയ്ക്ക് ആരാണോ കൂടുതൽ നിൽക്കുന്നത് അവരുടെ കൂടെയാണ് ജനങ്ങളെ തെളിയിക്കുകയാണ്. ഒരിക്കൽ പോലും ശരിയാണ്, നമുക്ക് ഇന്ത്യക്കാർക്ക് വളരെ ദുഃഖകരമാണ്, അല്ലെങ്കിൽ അത്ര സ്വാഗതാർഹമായ കാര്യങ്ങളല്ല ട്രംപ് ചെയ്യുന്നത്. പക്ഷേ ആസ് എൻ അമേരിക്കൻസിന് മൊത്തത്തിൽ ഒരു ഉണർവ് ട്രംപ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്.